മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ദിവസം തെരുവമ്പറമ്പിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 20 ദിവസമായി ജയിൽ വാസം അനുഷ്ഠിക്കുന്ന നാദാപുരം നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി ഇ ഹാരിസിന്റെ വസതിയിൽ സംസ്ഥാന യൂത്ത് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെത്തി. ഇന്ന് വൈകിട്ടാണ് ഹാരിസിന്റെ കുടുംബത്തെ കാണാൻ തങ്ങൾ തെരുവമ്പറമ്പിലെത്തിയത്. ഇവിടെ നാദാപുരം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഹാരിസ് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഒരു കേസിൽപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. സഹപ്രവർത്തന നിലക്ക് അദ്ദേഹത്തിൻ്റെ വസതി സന്ദർശിച്ച് കുടുംബങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുകയും കേസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്തത്. കേസിൻ്റെ രീതിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ നടക്കട്ടെ, അന്വേഷണം നടന്ന് ശരിയായ രീതിയിൽ നടക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വരുന്നത്. ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടി ആ രീതിയിൽ ഇടപെടുന്നുണ്ട്. 7-ാം വാർഡിലെ ചിയ്യൂർ LP സ്കൂൾ ബൂത്ത് പരിസരത്ത് നാട്ടുകാരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് 100 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുത്തത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കൂടിയായ ഹാരിസിനെ അറസ്റ്റ് ചെയ്തത്. കൂടാതെ തെരുവമ്പറമ്പിലെ 6 UDF പ്രവർത്തകർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലുണ്ട്. കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോവിഡ് സെല്ലിലും, നെഗറ്റീവ് ആയതിനു ശേഷം കൊയിലാണ്ടി സബ് ജയിലിലും, ശേഷം കോഴിക്കോട് ജില്ലാ ജയിലിലേക്കും ഹാരിസിനെ മാറ്റി. പ്രസ്തുത കേസിൽ 3-ാം പ്രതിയായിട്ടാണ് ഹാരിസിനെ റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് പരിഗണിച്ചെങ്കിലും അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറിയുമായ VV മുഹമ്മദ് അലി, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ PP റഷീദ്, MP സൂപ്പി, NK ജമാൽ ഹാജി, MK അഷ്റഫ്, MK സമീർ, AF റിയാസ്, KC ഷംസുദ്ദീൻ തുടങ്ങിയവരും തങ്ങൾക്ക് പൊതുപ്രവർത്തകനായ ഹാരിസിനും സഹപ്രവർത്തകർക്കും ഉടൻ തന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.